നമ്മളവിടെ കുറേ അധികം UP-യിലുള്ള ആളുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടുത്തെ ചുടുകല്ല് കാര്യങ്ങളൊക്കെ, അതായത് റെഡ് വയർ ബ്രിക്ക് എന്ന് പറയുന്ന ബ്രിക്കുകൾ കാണുന്ന സമയത്ത് അവർക്ക് പറയുന്നത് അതിനകത്ത് സ്ട്രെങ്ത് ഇല്ല എന്നാണ്. കാര്യം UP പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ബ്രിക്സ് ലഭ്യമാണ്. നല്ല ഇതിൽ ക്വാളിറ്റിയുള്ള ചെളികൾ കിട്ടും. അപ്പൊ അടുത്ത സമയത്ത് ഒരു ന്യൂസ് കേട്ടത് അവിടെ നിന്ന് ഇത്തരം ബ്രിക്കുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അരുണാന്ന് പറഞ്ഞത്. ഗുജറാത്തിൽ നിന്നൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം വരും. റെഡ് വയർ ബ്രിക്കിന്റെ കാര്യത്തിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കാനുള്ള സാധ്യത തമിഴ്നാട്ടിൽ നിന്ന് നല്ല രീതി വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കല്ല് അവൈലബിൾ റേറ്റ് ചേഞ്ച് ആയി. പണ്ട് കേരളത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, റേറ്റ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ റേറ്റ് കൂടി വന്നപ്പോൾ നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ചു. തമിഴ്നാട്ടിലെ റേറ്റും കേരളത്തിലെ റേറ്റും ഏകദേശം ഈക്വലായി തുടങ്ങിയപ്പോൾ അടുത്ത സ്റ്റേറ്റിന്. അല്ല, ഇതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വയർക്കെട്ട് ബ്രിക്ക് അന്നുണ്ടായിരുന്നൊന്നും വയർക്കെട്ടല്ല, കൈക്കട്ടകൾ എന്നറിയപ്പെടുന്ന ചെളിക്കട്ടകൾ എന്നറിയപ്പെടുന്ന പ്രോഡക്റ്റ്.